എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് സ്റ്റെതസ്കോപ്പ്. പല രോഗങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് സ്റ്റെതസ്കോപ്പ് വളരെ വ്യക്തമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഉപകരണം കണ്ടുപിടിക്കാൻ കാരണമായത് കുട്ടികളുടെ കളിപ്പാട്ടത്തിന്റെ പ്രവർത്തന രീതി ആണെന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ കളിപ്പാട്ടം ഡോക്ടർമാരുടെ ട്രേഡ് മാർക്കായ സ്റ്റെതസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന് കാരണമായി തീർന്ന ആ ഒരു കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. 1816 ഫ്രഞ്ച് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ റയാൻ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്തിന് മുമ്പേ തന്നെ കൃത്യമായ ആന്തരിക അവയവങ്ങളുടെ സൗണ്ടും അസുഖത്തിൽ അവ വരുന്ന വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് തന്നെ അന്നത്തെ ബിഷപ്പുരന്മാർക്ക് അറിയാമായിരുന്നു. അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചെവി ശരീരത്തോട് ചേർത്ത് വെച്ച്, ഹൃദയത്തിന്റെ സൗണ്ട് മനസ്സിലാക്കാനായിട്ട് ചെവി ചെസ്റ്റ് വാളിനോട് ചേർത്ത് വെക്കും, വയറിന്റെ അകത്ത് സൗണ്ട് കേൾക്കാനായിട്ട് വയറിനോട് ചേർത്ത് വെക്കും. ആ രീതിയിലുള്ള പരിശോധനയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഈ പരിശോധനയ്ക്ക് നമ്മൾ ഓസ്കൾട്ടേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള ഓസ്കൾട്ടേഷൻ ചെയ്യുമ്പോൾ വലിയൊരു ഇൻകൺവീനിയൻസ് അവർക്ക് ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള രോഗികളെ പരിശോധിക്കുമ്പോൾ വലിയൊരു ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പരിശോധനകൾ അത്രമാത്രം കോപ്പറേറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഡയഗ്നോസിസും മിസ്സാവാനായിട്ട് കാരണമാകും. അന്ന് മുതലേ ഡോക്ടർമാർ ചിന്തിക്കുന്നുണ്ട്, ഇതിനൊരു പരിഹാരം എന്താ, ഇതിന് മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ റയാൻ ലാനക്കിന്റെ കാലത്ത് അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് കണ്ടു. അത് ശ്രദ്ധിച്ചു വെച്ച് വളരെ കൗതുകമായിട്ടുള്ള ഒരു കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തടിക്കഷ്ണത്തിന്റെ ഒരറ്റം ഒരു കുട്ടി ചെവിയിൽ വെക്കും, മറ്റേ അറ്റത്ത് ഒരു ആണി കൊണ്ട് ഉരസുന്നു. ആണി കൊണ്ട് ഉരസുന്ന സൗണ്ട് കൃത്യമായി തന്നെ മറ്റേ കുട്ടി കേൾക്കുന്നു. അങ്ങനെ വളരെ കൗതുകം തോന്നി. ഡോക്ടർ റയാൻ ലാനക്ക് അവരുടെ അടുത്ത് ചെല്ലുകയും ഈ ഉപകരണം വാങ്ങിച്ച്, അല്ലെങ്കിൽ ഈ കളിപ്പാട്ടം വാങ്ങിച്ച് അദ്ദേഹം പരിശോധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് കൃത്യമായി തന്നെ ആ സൗണ്ട് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് അദ്ദേഹം ചിന്തിച്ചത്, തന്റെ പരിശോധനാ രീതിക്ക് ഓസ്കൾട്ടേഷന് വേണ്ടിയിട്ട് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ വന്നു. അദ്ദേഹം പല പരീക്ഷണങ്ങളും നടത്തി, പ്രത്യേകിച്ച് കമ്പ് വെച്ച് പരീക്ഷണം നടത്തി. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൗണ്ട് കൃത്യമായി കേൾക്കുന്നില്ല, എന്നാൽ വൈബ്രേഷൻ ഉള്ള സൗണ്ടുകൾ കൃത്യമായി കേൾക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വീണ്ടും അതിനെ സ്റ്റഡി ചെയ്തു, ഇംപ്രൂവൈസ് ചെയ്തു. അങ്ങനെ ഒരു കടലാസ് കഷ്ണം ഒരു കുഴലിന്റെ ആകൃതിയിൽ, പൈപ്പിന്റെ ആകൃതിയിൽ ആക്കി അത് വെച്ച് നോക്കി. അത് വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയോട് കൂടി സൗണ്ട് കേൾക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം അതിൽ ഇംപ്രൂവൈസ് ചെയ്ത് ഒരു തടിയുടെ കഷ്ണം തന്നെ, തടി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്യൂബ്, അങ്ങനെ ട്യൂബ് രൂപകൽപ്പന ചെയ്ത് അത് വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടി കൃത്യമായി തന്നെ ഈ സൗണ്ടുകൾ അദ്ദേഹത്തിന് കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അങ്ങനെയുള്ള ആ തടി കൊണ്ടുള്ള ട്യൂബാണ് ആദ്യത്തെ സ്റ്റെതസ്കോപ്പ്. അതിനുശേഷം 1818 ഒയറി എന്ന് പറയുന്ന ഒരു ഭിഷഗ്വരനാണ് ഇതിന് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് അദ്ദേഹം അതിനൊരു ചെസ്റ്റ് പീസും ഇയർ പീസും ഘടിപ്പിച്ചു. അങ്ങനെ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി തന്നെ പരിശോധന നടത്താനും ഈ സൗണ്ടുകൾ ക്ലാരിറ്റിയോടുകൂടി കേൾക്കാനായിട്ടും സാധിച്ചു. പിന്നീട് ഇതിന് കൃത്യമായി ഇന്ന് കാണുന്ന രീതിയിലുള്ള സ്റ്റെതസ്കോപ്പിന്റെ രൂപകൽപ്പന ചെയ്ത് 1855 ഡോക്ടർ ജോർജ് കാനൻ എന്ന് പറയുന്ന ഭിഷഗ്വരനാണ്. അദ്ദേഹം കൃത്യമായി തന്നെ 2 ഇയർ പീസ് ഉണ്ടാക്കി. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെസ്റ്റ് പീസ് കൃത്യമായിട്ടുണ്ടാക്കി. അപ്പൊ കൃത്യമായി തന്നെ ഈ ആന്തരിക അവയവങ്ങളുടെ സൗണ്ട് 2 ചെവിയിലേക്കും ഒരുപോലെ കിട്ടുന്ന രീതിയിലേക്ക് അദ്ദേഹം അതിനെ രൂപകൽപ്പന ചെയ്തു. ഇന്ന് കാണുന്ന ഏറ്റവും കൺവീനിയന്റും ഏറ്റവും ആധുനികമായ രീതിയിലുള്ള സ്റ്റെതസ്കോപ്പ് ഡിസൈൻ ചെയ്തെടുത്തത് 1960 ഡോക്ടർ ഡേവിഡ് ലിറ്റ്മാനാണ്. അദ്ദേഹം അതിനെ വളരെ ലൈറ്റ് വെയിറ്റ് ആക്കി, സൗണ്ട് ഒക്കെ നല്ല ക്ലാരിറ്റിയോട് കൂടിയാക്കി, വളരെ ഹാൻഡി ആക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നും സ്റ്റെതസ്കോപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡാണ് ലിറ്റ്മാൻ സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പിന് പ്രധാനമായും 2 ഭാഗങ്ങളാണ്. ഒന്ന് ഇയർ പീസും മറ്റൊന്ന് ചെസ്റ്റ് പീസ്. ഇയർ പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയിൽ വെക്കുന്ന ഭാഗമാണ്. അത് കൃത്യമായി തന്നെ ഒരു റബ്ബർ ബുഷിന്റെ സഹായത്തോടു കൂടി ചെവിയിലേക്ക് പ്ലഗ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാഹ്യമായ സൗണ്ടുകളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കൃത്യമായി ആന്തരിക അവയവങ്ങളുടെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു സ്റ്റീൽ ട്യൂബ് വഴി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റബ്ബർ ട്യൂബിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ അറ്റത്താണ് നമ്മുടെ ചെസ്റ്റ് പീസ് ഉള്ളത്. ചെസ്റ്റ് പീസിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഡയഫ്രം, മറ്റൊന്ന് ബെല്ല്. ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു പാട പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ബെല്ല്. ഇത് രണ്ടും സൗണ്ട് കേൾക്കാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈ ഫ്രീക്വൻസി സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയഫ്രം ഉപയോഗിക്കുകയെങ്കിൽ ലോ ഫ്രീക്വൻസി സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെല്ലിന്റെ ഭാഗമാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ആന്തരിക അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാനും സൗണ്ട് മനസ്സിലാക്കാനും പ്രവർത്തന രീതി മനസ്സിലാക്കാനായിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു. പ്രത്യേകിച്ച് MRI, അൾട്രാസൗണ്ട്, ECG മുതലായ ഉപകരണങ്ങൾ. ഇതൊക്കെ കണ്ടുപിടിച്ചാലും ഡോക്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് തന്നെയാണ്. നരസിംഹം സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഡയലോഗ് പോലെ, മറ്റെന്തൊക്കെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാലും സ്റ്റെതസ്കോപ്പ് ഇരിക്കുന്ന തട്ട് താന്ന് തന്നെയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.